നെല്ലിയാമ്പതിയിൽ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ ഭൂമി കയ്യേറി. സിപിഎമ്മിന്റെയും സിപിഐയുടെയും ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് കൃഷിവകുപ്പ് ഭൂമിയിൽ. കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നൽകണം എന്ന ഇരു കക്ഷികളുടെയും അപേക്ഷയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മനോരമ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. നെല്ലിയാമ്പതിയിൽ പുലയൻപാറ ചന്ദ്രമല റോഡിൽ പുലയൻപാറ കവലയോട് ചേർന്നാണ് സിപിഎം സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത്. നെല്ലിയാമ്പതി വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 57 റീസർവേ 17 ഉൾപ്പെടുന്ന 6.66 സെന്റ് സ്ഥലമാണ് സിപിഎം കൈവശപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലോക്ക് നമ്പർ 57 റീസർവേ 12 ഉൾപ്പെടുന്ന 5.5 സെന്റ് ഭൂമിയിലാണ് സിപിഐയുടെ കയ്യേറ്റം. ഈ ഭൂമിയിൽ ഇരു കക്ഷികൾക്കും കൈവശരേഖ നൽകിയതായി താലൂക്ക് ഓഫീസിൽ രേഖകളില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ നിന്ന് വ്യക്തം. ഈ സാഹചര്യത്തിലാണ് സിപിഎമ്മും സിപിഐയും ഇവിടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ കെട്ടിയുയർത്തിയത്. വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലായിരുന്ന ഭൂമി 1940-ൽ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിനായി വിട്ടു നൽകുകയായിരുന്നു. അഥവാ ഭൂമിയുടെ യഥാർത്ഥ അവകാശി കൃഷിവകുപ്പ് നിസ്സാരം. ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ നിലനിൽക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മും സിപിഐയും ചിറ്റൂർ തഹസീൽദാർക്ക് വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ സംഘടനകളെ ഒഴിവാക്കി അപേക്ഷ സമർപ്പിച്ച 28 സ്വകാര്യ വ്യക്തികൾക്ക് കമ്പോള വില ഈടാക്കി പട്ടയം അനുവദിച്ചിരുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മുന്നിട്ടിറങ്ങേണ്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും നെല്ലിയാമ്പതിയിൽ കയ്യേറ്റക്കാരാണ്. വർഷങ്ങളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ ഓഫീസ് കെട്ടിടങ്ങൾ പണിതുയർത്തി കഴിഞ്ഞു. നെല്ലിയാമ്പതിയിൽ നിന്നും ക്യാമറമാൻ PR രാജേഷിനൊപ്പം CK അഭിലാൽ, മനോരമ.